ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം തന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിനായിട്ട് 15 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ടത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തിയെടുക്കുക. അപ്പോൾ സെൻറ്ററിലായിട്ട് ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ആ ലൈനിലേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഒരിക്കൽ കൂടി രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി ചെയ്യേണ്ടത് പേപ്പറിൻ്റെ മുകൾ വശത്തു നിന്നും താഴ്വശത്തു നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ രണ്ട് സൈഡിലേക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഓരോ സൈഡ് മടക്കി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം നിവർത്തിയിട്ട് വേണം കേട്ടോ അടുത്ത സൈഡ് ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡിൽ നിന്നും മടക്കി നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ മുകളിലും താഴെയും ആയിട്ട് ഒരു ക്രോസ്ഡ് ലൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ആ ഒരു ഡിസ്റ്റൻസിൽ വേണം പേപ്പർ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിനെ ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കുക. നിവർത്തി കഴിയുമ്പോൾ നമ്മൾ മടക്കിയ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ ലൈൻ വീണിട്ടുണ്ടായിരിക്കും. ആ ലൈനിലൂടെ വേണം മടക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്ട്രാ ഉള്ള അതായത് ടോപ്പിൽ എക്സ്ട്രാ കാണുന്ന ആ പോർഷൻ ഉള്ളിലേക്കായിട്ട് മടക്കിയെടുക്കാം. അടുത്ത സൈഡും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നിയാലും വീഡിയോ നോക്കി ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഒരു പോപ്സിക്കിൾ മോഡലിലുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ഐഡിയാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ എടുക്കുക. 15 സെൻറ്റിമീറ്റർ അളവിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പേപ്പറും എടുക്കേണ്ടത്. ഇനി പേപ്പറിൻ്റെ രണ്ട് സൈഡും ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബോക്സിൻ്റെ ആ ഒരു ലെങ്ത്തിൽ വേണം പേപ്പർ മടക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ മടക്കിയെടുത്ത പേപ്പർ നമ്മൾ ചെയ്തെടുത്ത ബോക്സിന് മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബോക്സ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടക്കിയ പേപ്പറിൻ്റെ രണ്ട് സൈഡുകളും ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ബോക്സിലേക്ക് ഗം ആവാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂവ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് അടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്കായിട്ട് കുറച്ച് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഇത് അതേപോലെ ഒരു കളർ പേപ്പർ എടുക്കുക. ഉള്ളിലെ ബോക്സ് ചെയ്തെടുത്ത അതേ കളറിലുള്ള പേപ്പറാണ് കേട്ടോ നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു ഡിസൈൻ വരച്ച് സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്തെടുത്ത പോപ്സിക്കിളിലേക്ക് അത് ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഒരു പോപ്സിക്കിൾ കുറച്ച് ക്യൂട്ടാക്കി എടുക്കുന്നതിനായിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ കുട്ടി കുട്ടി സ്റ്റേഷനറീസ് ജുവൽസൊക്കെ കളക്ട് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ അത് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ക്രാഫ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ് ഐഡിയസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.